ഞാൻ സഞ്ജു. ആരും കിടന്നില്ലേ? ഞങ്ങൾ ഉറങ്ങാനുള്ള ശ്രമത്തിലാണ് ചേട്ടാ. ചേട്ടനോ? ഞാൻ സീനിയറൊന്നുമല്ല, ഈ റൂമിൽ തന്നെ. രാവിലെ ആദ്യം വന്ന ഞാൻ. അപ്പോഴെന്നെ പൊക്കിക്കൊണ്ട് അമ്മാരെ ഡ്രസ്സ് മൊത്തം വാഷ് ചെയ്തിട്ട് 8ന്റെ പണി കിട്ടിയ സുഹൃത്ത്. എനിക്ക് ഇപ്പോഴാ സമാധാനമായത്. അല്ല, എന്നെക്കാളും പണി കിട്ടിയമാരും ഈ റൂമിനകത്തുണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. കഴിഞ്ഞില്ലേ? ഹലോ. ഹായ്, അനിൽകുമാർ. ഹായ്, ഹാരിസ്. അച്ചു. മുരളീകൃഷ്ണൻ. സഞ്ജു. ഹലോ. ഹായ്. കുഞ്ചാക്കോ. നട്ടപ്പാതിരക്ക് ഹായ് പറഞ്ഞിട്ട് ഇടിക്കാനാണോ എന്തോ? ഫസ്റ്റ് ഇയർ ആണല്ലോ അല്ലേ? അതെ. വെറുതെ. അതെ സുഹൃത്തെ, ആ കഥവിന്റെ കുറ്റിയിട്ടിട്ട് വരണം കേട്ടോ. മുണ്ട് ഊരിയും കുത്തി മനുഷ്യന്റെ കൈയുടെ കുഴ തെറ്റി. മര്യാദക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. രാവിലെ എണീറ്റ് പഠിത്തം തുടങ്ങാനുള്ളതല്ലേ. കുഞ്ചാക്കോ എണീക്ക്. നേരം വെളുത്തു. നല്ല മണമുള്ളതാണോ? ഉള്ളതാണെങ്കിൽ കുറച്ച് പൗഡർ ഇടാൻ തരുമോ? ടൈമായി. കാണിക്കുന്നു മൊത്തം തീർത്തു. ഇനി എന്നെ ജന്തു പോകുന്നുണ്ടോ? മനസ്സിലായി. ഇവിടെ ഓടിയാലോ? നേരെ വീട്ടിലേക്ക് ഓടേണ്ടി വരും, അല്ലെങ്കിൽ അവർ ഓടിച്ചിട്ട് പിടിക്കാം. ചെന്ന് കണ്ടിട്ട് വന്നു. വെറുതെ കിട്ടിയ പൗഡർ മുഖത്ത് കുറച്ച് കൂടുതലുണ്ട്, അതായിരിക്കും. ഇങ്ങനെ റബടത്ത് നിങ്ങളുടെ കോപ്പില് വർത്താനം പറഞ്ഞു തിരിയാൻ പറ്റുന്നില്ല. എന്നെയാണോ ചേട്ടന്മാര്? അല്ല, നിന്റെ അപ്പൂപ്പനാടാ. പോണ എങ്ങോട്ടാടാ ഈ ബുക്കും കൊണ്ട്? ആദ്യ ദിവസമല്ലേ ക്ലാസ്സിലേക്ക്. ചുമ്പയുടെ കളർ കണ്ടപ്പോ പാപ വിചാരിച്ചു നീ വല്ല ബാറ്റ് വേളത്തിന് പോകണമെന്നല്ല. പോയി പറയച്ചേ വേറെ ഇട്ടോട്ട് പോ. ഞാൻ സെലക്ട് ചെയ്തത്. എനിക്കറിയാം. ഹലോ. ഇത്രയും ദൂരം നടക്കാനുണ്ടോ? അവന്റെ കോലം കണ്ടോ? എന്തെങ്കിലും ഒന്ന് തന്നിട്ട് പോ. ചോദിച്ചു കേട്ടില്ലേ? പൈസ നോക്കട്ടെ മോനെ, പകലെന്തിനുണ്ടായല്ലോ. സഹായിക്കൂ. നിന്നെ പിന്നെ അടുത്തോളം കേട്ടോ. കടും കളർ അവര് മാറ്റിച്ചില്ലേ? വെള്ളത്തിൽ ഭേദപ്പെട്ട കളർ ഇതാന്ന് പറഞ്ഞ് വിദ്യ ഞാൻ എന്ത് ചെയ്യാനോ? അതാണ് ശ്യാം ശ്രീധരൻ. അനിൽകുമാർ. ഹാരിസ്. ജാക്ക് ഡക്ലസ് കോൺസ്റ്റന്റൈൻ മെറാൻഡ. ആദ്യത്തെ ദിവസം പരിചയം വെച്ച് ഞങ്ങളെല്ലാവരും ടൗണിൽ ഷോപ്പിങ്ങിന് പോയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞങ്ങളെല്ലാവരും അടുത്ത് പരിചയക്കാരായത്. അന്ന് തന്നെ വളരെ യാദൃശികമായി അന്യമായി നേഹയ്ക്ക് ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഞങ്ങളോടൊപ്പം ചേർന്നു. ശ്യാമിൻ്റെ 2 വീലർ കമ്പം, എൻ്റെ കൂളിംഗ് ഗ്ലാസ് വീക്ക്നെസ്, കാഞ്ഞിരപ്പള്ളി അച്ഛനായി അവതരിച്ച കുഞ്ചാക്കോ ശരിക്കും ആരാണെന്നുള്ളത്, അങ്ങനെ പലതും അന്ന് തന്നെ പുറത്തു വന്നു. സീനിയേഴ്സ് അവരുടെ പരിക്കം പ്രകടനം ഞങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പരമാവധി ശ്രമിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതുണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ട് സഹിച്ച് മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ഞങ്ങളുടെ തീരുമാനം. ഇടയ്ക്കിടയ്ക്ക് ബൊട്ടാണിക്കൽ ഗാർഡനിലും ഗ്രൗണ്ടിലും കണ്ടിരുന്ന മസ്താനെ പറ്റി പല കഥകളും പലരും പറഞ്ഞ് കേട്ടു തുടങ്ങി. ഇവരുടെ ഗേൾസ് ഹോസ്റ്റലിലെ പോലെ അത്ര ശാന്തമായിരുന്നില്ല ഞങ്ങളുടെ മെസ്സിലെ കാര്യങ്ങൾ. രാത്രി ഭക്ഷണം കഴിഞ്ഞ് വരാന്തയിലെ സ്പീക്കറിൽ അടിച്ചുപൊളി പാട്ടുകൾ എന്നും പതിവായിരുന്നു. കോളേജ് വിട്ടു വന്നു കഴിഞ്ഞാൽ കായലുൾപ്പെടെയുള്ള കോളേജ് ടീമിൻ്റെ പരിശീലനം കണ്ടിരിക്കൽ ഞങ്ങൾക്കൊരു ശീലമായി. വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ക്യാമ്പസും ഹോസ്റ്റലും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേർന്നു. വാടനച്ചന്മാരിൽ കോട്ടയിലച്ഛനെ വല്ലപ്പോഴുമേ കാണാറുണ്ടായിരുന്നുള്ളൂ. പകലെ പിള്ളേർക്കൊപ്പം വയലിനുമായി ക്യാമ്പസിൽ ചിരിച്ചു നടന്ന പ്ലാവനാക്കുഴി അച്ഛനെ ആയിരുന്നില്ല രാത്രി ഹോസ്റ്റലിൽ വന്ന്. പിള്ളേരുടെ കുരുത്തക്കേടുകൾ കണ്ടുപിടിക്കാൻ ടോർച്ചുമായി നടക്കുന്ന കർക്കശക്കാരനായി മാറുമായിരുന്നു അച്ഛൻ. പക്ഷെ തക്കം കിട്ടുമ്പോഴൊക്കെ അച്ഛൻ്റെ കണ്ണുവെട്ടിച്ച് സീനിയേഴ്സ് ഞങ്ങൾക്ക് ഓരോ പണി തന്നുകൊണ്ടേയിരുന്നു. മിക്കവാറും വരാന്തകളിൽ വെച്ചായിരുന്നു അവരെ ചോദ്യം ചെയ്യൽ. നിന്നെ കണ്ടിട്ട് ഞങ്ങളെക്കാൾ സീനിയറാണ് തോന്നുന്നുണ്ടല്ലോടാ. ഇടയ്ക്ക് വേറെ ഒരു കോഴ്സിന് 2-3 വർഷം പോയിരുന്നു. നിന്നെ ഒന്നും ഉണ്ടാക്കിയ കമാൻഡോ സാരൊക്കെയാടാ. അതെന്റെ കസിന്റെ സ്റ്റാഫുകളാണ്. കസിനും തടാ പണി. അവർക്ക് ബാർ ഹോട്ടൽ ബിസിനസ്സാണ്. ഏത് ബാറാടാ? പലയിടത്തും ഉണ്ട്. ക്രൗൺ, അഞ്ജലി, സംഗീത. നീ അപ്പൊ ഈ തോട്ടാശ്ശേരി മാട്ടിന്റെ ഫസ്റ്റ് കസിനാണ്. ഒരു മിനിറ്റ്. ദുബായിലായിരുന്നു.
പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഇനി എന്നെ ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ വരാം. പക്ഷേ അത് കഴിഞ്ഞ് നാളെ മുതൽ എൻ്റെ മെക്കെട്ട് കയറാൻ വരരുത്. ഓക്കെ? അജു ആരാണെന്ന് ഞാൻ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇനിയിപ്പോ അജു നമ്മുടെ ആളല്ലേ? ഏത് അജു ആയി, അജുവിന്റെ പാടായി. ഏത് ഓക്കെ വാന്ന്. ഇവര് 6 പേരും ഒരു റൂമിലാണത്രേ. ഇതിൽ ഞാൻ ശ്യാമ ഒരു റൂമിൽ. ഹോസ്റ്റലിൽ സീനിയേഴ്സിനൊക്കെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ചില കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വലിയ കുഴപ്പമില്ല. നിങ്ങൾക്കോ? ഇവിടെ ചില പണക്കാർ സീനിയേഴ്സിന്റെ ചൂണ്ടയെ കൊളുത്തിയതുകൊണ്ട് വേറെ ആർക്കും വലിയ പരിക്കില്ലേ. ഈ ഇവര് നിങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെയാണോ? അവര് ഫസ്റ്റ് ഫ്ലോറിൽ. ഓ, എന്തോ അവർക്ക് നമ്മുടെ കമ്പനി ഒന്നും അത്രയ്ക്ക് ഇഷ്ടപ്പെടലാന്ന് തോന്നുന്നു. അതൊന്നും കാര്യമാക്കണ്ട. എന്തായാലും നമ്മൾ തമ്മിലൊരു ജാടിയും പറയപ്പില്ലാതിരുന്നാ മതി. അല്ല, ശ്യാമിന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയത്? എങ്ങനെ അറിഞ്ഞു? അതന്ന് റാഗ് ചെയ്തപ്പോൾ കേട്ടിട്ടുണ്ടാവല്ലേ? അത് അമ്മ ബസ്സിൽ നിന്ന് വീണതാ. ഡോറില്ലാത്തൊരു ബസ്സായിരുന്നു, പക്ഷെ ഇപ്പോ പൂർണ്ണമായും കിടപ്പില്ല. അയ്യോ. അതെ, പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമായെങ്കിലും ഞാനൊരു കാര്യം മനസ്സിലാക്കി. ഈ ശ്യാം ഒരു കിടില സംഗീത പ്രേമിയാണ്. ഇവന്റെ ഒരു വലിയ കളക്ഷൻ തന്നെ എന്നെ കാണിച്ചു തന്നു. 99% ഒരൊറ്റയാളുടെ. ആര്യ? എനിക്ക് റഹ്മാൻ സാറിനെ ഭയങ്കര കക്ഷി ഇഷ്ടമാണ്. ഫുൾ ടൈം പാട്ട് കേൾക്കലും പാട്ട് പാടലും. ഓ, ശ്യാം പാടുകയും ചെയ്യോ? ചെറുതായിട്ട്. ഫ്യൂച്ചർ മ്യൂസിക് ഡയറക്ടർ മിസ്റ്റർ ശ്യാം. എന്റെ പൊന്നെ. ഡാഡി ഇപ്പൊ ഷിപ്പില, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകാൻ വന്നേ. തിങ്കളാഴ്ച നീ പോയിട്ട് വരുമ്പോ നിന്റെ എസ്റ്റേറ്റിൽ നല്ല മുന്തിന തേയിലപ്പൊടി ഏലക്കാൻ കൊണ്ടുവരാൻ മറക്കണ്ട. അപ്പൊ ഒരു 5 കിലോ കടപ്പുറത്ത് ഇവിടെ ഏലക്ക. എത്തിയിട്ട് വിളിക്കട്ടോ. ഓക്കേടാ, ബൈ ബൈ ബൈ. വീക്കെൻഡിൽ വീട്ടിലേക്ക് പോകുന്നവരെ കണക്കെടുപ്പ് മസ്താൻ്റെയും കൂട്ടരെയും പതിവായിരുന്നു. പാരൻസ് ഗൾഫിലായതുകൊണ്ട് മായ മിക്കവാറും ഹോസ്റ്റലിൽ തന്നെയായിരുന്നു. ഒന്ന് പോടി, നിന്റെ അപ്പന്റെ ചെലവിലൊന്നും അല്ലല്ലോ. എന്റെ പൊന്നും കൂടെ ഒരാഴ്ച മാറി ഇന്നേച്ച് വന്നേക്കുവാ. അതിന്റെ സന്തോഷത്തിലല്ലയോ? അതവള് ഒരാഴ്ച ഇല്ലാത്തതിന്റെ നിർത്തി. എങ്ങനുണ്ട് നിന്റെ കോളേജ് ഹോസ്റ്റലും ഒക്കെ? പറ. കോളേജ് സൂപ്പറാ. ഹോസ്റ്റൽ ഒന്ന് രസമായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും. ഈ തെണ്ടി ഒറ്റൊരുത്തൻ കാരണം ഇവനാ പറഞ്ഞത് അവിടെ ചെന്ന് യഥാർത്ഥ പേരും സ്ഥലവും പറയേണ്ടത്. അതുകൊണ്ടെന്താ അവന്മാരുന്ന് ഇഷ്ടം പോലെ ഇടി എനിക്ക് മേടിച്ച് കിട്ടിയല്ലോ. പോയി അവരെ മുമ്പിൽ ഞെളിഞ്ഞിറങ്ങാൻ ഞാൻ പറഞ്ഞു നിന്നോട്. അതൊന്നും സാരമില്ല അമ്മേ, അന്ന് അയച്ചതിന്റെ ബാലൻസ് ഉണ്ട്. പൈസ വേണ്ടപ്പോ ഞാൻ പറയാം. ഇവിടെ ഇപ്പോ ഞാനും മുരളീന്റെ പേരുള്ള ഒരു ഫ്രണ്ട്, ബാക്കി എല്ലാരും വീട്ടിൽ പോയി. ആ കഴിച്ചു. അപ്പൊ ശരിയമ്മേ, വേറെ ഒന്നുമില്ലല്ലോ. വെള്ളിയാഴ്ച ആയിട്ട് രണ്ടുപേരും പരിപാടി എന്ന് വെച്ചാലേ ഒരു പടത്തിന് വിട്ടാലോ? മമ്മൂക്കാട് പുതിയ പടം ഇറങ്ങിയ ദിവസമല്ലേ? ഞാൻ സെക്കൻഡ് ഷോയ്ക്ക് പോവാ. നിങ്ങൾ വരുന്നോ? എന്റെ പൊന്നു ചേട്ടാ, ഇനി അത് മുകളിൽ അറിഞ്ഞിട്ട് വേണം. ഞങ്ങളില്ലേ? അയ്യോ, അതിന് പ്രശ്നക്കാരൊക്കെ എപ്പോഴും സ്ഥലം വിട്ടു. ആ ക്ലീറ്റസും ടീമും ഒക്കെ വാഗമണ്ണ് ടൂർ പോയി. പിന്നെ ഇവിടെ ഇപ്പൊ ആകെ ഉള്ളത് മസ്താനും ഗ്യാങ്ങുവാ. പിള്ളേരൊക്കെ പോയപ്പോ ഹോസ്റ്റലൊന്നും ഉറങ്ങിയല്ലേ? ആ ഉള്ളതാച്ചു. ആരൊക്കെയാ ഇരിക്കുന്നത്? ബാക്കിയുള്ളവന്മാരൊക്കെ പോയപ്പോ രണ്ടുപേരും തനിച്ചായോ? വല്ലതും കഴിച്ചോടാ? എന്നാ പിന്നെ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇവന്മാരിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന കണ്ട ആ പാഷാണങ്ങളൊക്കെ മുകളിലുള്ളതാ. ഒന്നുമില്ല ചു, അവന്മാര് വല്ല തമാശ. അതെ അതെ, ഈ ജെയിംസ് അച്ഛനെ എല്ലാത്തിനും ലാളിച്ച് വഷളാക്കുന്നത്. അതുകൊണ്ടെന്താ ഒരൊറ്റ ഒരുത്തനെ എന്നെ കണ്ടുകൂടാ. അച്ഛൻ തന്നെ അത് പറയണം. അച്ഛോ, അച്ഛന്റെ ഈ സ്റ്റൈൽ കണ്ടിട്ടാ പിള്ളേർ ക്യാമ്പസിൽ കൂടെ മുടിയും വളർത്തിക്കൊണ്ട് നടക്കുന്നത്. അച്ഛോ, കർത്താവിന്റെ ഈ സ്റ്റൈൽ അനുകരിക്കുന്നത് തെറ്റാണോ? പിടിക്കുമ്പോ അവന്മാരും ഇതൊക്കെ തന്നെ പറയുന്നത്. നിങ്ങൾ രണ്ടാളും മസ്താജി വിളിക്കണ്ട്, കേറുവാ. മസ്താനുള്ള ഡീസന്റാന്ന് പറഞ്ഞിട്ട് എന്തിനാണാവോ? നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ താഴെ. നിങ്ങളെന്താ പോകാത്തെ? എന്റെ വീട് ദൂരെയാ, പിന്നെ ഇവന് പോകാൻ ഇവിടെ ആരുമില്ല. എല്ലാ ആഴ്ചയും ഇവിടെ ഉണ്ടാവോ? ഞാനിനി ഓണത്തിനേ പോകുന്നുള്ളൂ. ഞാൻ ഓണത്തിന് ഇവിടെ ഉണ്ടാവും. അതെന്താ? എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ. അമ്മ കുവൈറ്റിൽ നഴ്സാ. ആകാശത്തെ നക്ഷത്രമണ്ണി താഴെ മുറ്റത്തിരുന്ന് നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാണെന്നറിയാവോ? ചീട്ട് കളിക്കാനാണോ? ഹേയ് അല്ല. എല്ലാ വെള്ളിയാഴ്ചയും 4 മണിക്ക് കോളേജ് വിട്ടാലുടൻ ബാഗും എടുത്ത് വീട്ടിലേക്കോ ബന്ധു വീട്ടിലേക്കോ പോകാൻ യോഗമില്ലാത്തവരൊരു കൂട്ടായ്മയാണിത്. ഇതിൽ ചിലർക്ക് പോയി കാണാനാരുമില്ല, ചിലർക്ക് ഉണ്ടായിട്ടും പോകണമെന്നുമില്ല. അതിലേക്ക് നിങ്ങൾ ചേർക്കാനാണ്. ആരുമില്ലാത്തവർ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ ബത്ലഹേം ഹോസ്റ്റലിലെ മസ്താൻ്റെ റൂം അവർക്കുള്ളതാവുന്നു. പക്ഷെ ചേരുന്നതിനും ഒറ്റ കണ്ടീഷൻ. നമ്മുടെ ഈ സംഘത്തിന് ചില രഹസ്യ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം രാത്രിയിൽ മാത്രമായിരിക്കും. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് ഇന്ന് ചിട്ടിക്കാരൻ മത്തായുടെ നെഞ്ചത്തേക്കാക്കാം. ഇന്നിനി കളി മതിയാക്കാം. റെഡി ആയിക്കോ. കോംറേഡ്സ്, നമ്മുടെ പാതയിൽ ഉഗ്ര സർപ്പങ്ങളുണ്ടാവാം, ചതിക്കുഴികളുണ്ടാവാം. നിങ്ങൾ പേടിച്ചോടൂ.
ഒരിക്കലുമില്ല. പക്ഷേ ഒരു സംശയം. അച്ഛാ പേടിക്കണ്ട, ചോദിച്ചോളൂ. ഈ ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് എന്ന് പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. ഓപ്പറേഷൻ ബ്ലാക്ക് ബേർഡ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു തെണ്ടിയുടെ വീട്ടിൽ നിന്ന് കോഴിയെ കക്കൽ. ഞാൻ വെറുതെ പേടിച്ചു. എനിക്കൊരു 50 രൂപ കൂടുതൽ തന്നില്ലേ, നാളെ തൊട്ട് ഞാൻ ഒറ്റയ്ക്ക് പിരിക്കാൻ ഇറങ്ങും. പിന്നെ കഴിഞ്ഞ ദിവസം തന്നെ അച്ഛൻ PA കൊണ്ട് വിളിപ്പിച്ചായിരുന്നു. പെട്ടെന്ന് എനിക്ക് ആളെ മനസ്സിലായില്ല. ആദ്യമായിട്ടാ ഒരു രാഷ്ട്രീയക്കാരൻ തന്റെ മകനെ മന്ത്രിയാക്കണ്ടെന്നൊരു നിലപാടെടുക്കും. അച്ഛന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഈ പിരിവുണ്ടല്ലോ, ഇവിടുന്നാണ് രാഷ്ട്രീയക്കാരന്റെ തുടക്കം. അടിച്ചു പൊളിക്ക്. ഹലോ. ആ റാഫിയാണല്ലോ. ഇന്ന് മസ്താന്റെ വക നമുക്കൊരു പാർട്ടി ഉണ്ട്. ആശാനെ, പിന്നെ ഇന്ന് ഇവരെയും കൂടെ കൂട്ടിക്കോട്ടെ. എല്ലാം നമുക്ക് പറ്റിയ പാർട്ടികളാണ്. മസ്താൻ അറിയാലോ, നമ്പാൻ പറ്റിയൊരു കൂടെ കൂട്ടും. അയ്യോ, അതിന് ഞാൻ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു. ഓക്കെ, കേരള മസ്താന്റെ പാർട്ടി. നഗരവെളിച്ചത്തിൽ മാത്രം ജീവിതം കണ്ട ഞങ്ങളിൽ പലർക്കും നിലാവെളിച്ചത്തിൽ മസ്താൻ നടത്തിയ ആ സൽക്കാരം ആദ്യ അനുഭവമായിരുന്നു. എത്തിയോ? എടാ, അതിന്നൊരു 5 എണ്ണത്തിന് നനഞ്ഞു കൊടുത്തിട്ട് പിടിച്ചോ. ആള് കൂടുതലുള്ളതല്ലേ, നമുക്ക് 2 എണ്ണത്തെ കൂടുതൽ പിടിച്ചാലോ? എടാ, അവന്മാർ 10 മൂട് കപ്പയെ പറിക്കാൻ പോയിരിക്കുന്നത്. അത് കാര്യം നിർക്കും. നീ പറഞ്ഞ എണ്ണങ്ങ് പിടിച്ചാൽ മതി. യെസ് ബോസ്. നിങ്ങൾക്കറിയോ, കഞ്ചാവും വിദേശമദ്യവും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പകരം ഞാൻ തന്നെ ചെത്തി ഞാൻ തന്നെ ഇറക്കുന്ന ശുദ്ധമായ തെങ്ങിൻ കള്ള് ആവശ്യത്തിന് വേണ്ടത് കുടിക്കാം. ആദ്യമായി കമ്പനി കൂടാൻ വന്നിട്ട് അനിയന്മാര് സൂപ്പർ ഹാപ്പി ആയിരിക്കണം. അതാണ് ഞങ്ങള് ഹാപ്പിയാണ് മസ്താനെ. പക്ഷെ മസ്താൻ ഇങ്ങനെ പൊക്കമുള്ള തെങ്ങിന്റെ മേളിൽ കയറുന്ന കാണുമ്പോൾ ഒരു ചെറിയ പേടി. ആട്ടുംകാട്ടവും ചാണകവും വരെ എന്താണെന്നറിയാൻ വേണ്ടി ഇന്റർനെറ്റിൽ അടിച്ചു നോക്കുന്ന വെറും ഗൂഗിൾ ബോയ്സ് ആവരുത് നിങ്ങൾ. കുറച്ചൊക്കെ ശരീരം അനങ്ങണം, അല്ലാതെ കാര്യം നടക്കില്ല. ചരിത്രം പറഞ്ഞാൽ ജാതിയും മതവും ഇല്ലാത്ത ഒരു ചെത്തുകാരന്റെ രക്തമാണ് ഈ ഞരമ്പിലോടുന്നത്. എല്ലാരോടും പറഞ്ഞു നടന്നിട്ട് 10 താഴെ വീണ് കിടന്നല്ലോ മനുഷ്യ നിങ്ങള്. അപ്പൻ എന്തോ പറയുന്നു. ചതിച്ചതല്ല സബാനെ, പിന്നെ ജീവിതത്തിൽ ഒരു കാര്യം മോനെ എന്നും മനസ്സിൽ സൂക്ഷിക്കണം. വലിച്ചിട്ട് പിടിക്കാൻ നോക്കരുത്. എന്റെ ഡാഡിക്കും ഇതേപോലൊരു പറ്റുപറ്റി. വലിച്ചിട്ട് പിടിക്കാൻ നോക്കി. എന്നിട്ട് ഡാഡിയും പടതായ ആയില്ല, അയേനെ പശുവിനെ കറക്കുമ്പോ മൂക്കേറെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അകിടയെ പിടിക്കാൻ നോക്കി. പശു ഒരു ഒറ്റ ചവിട്ട് ഒരു ദിവസം മുഴുവൻ ചാണകം കുടിക്കാത്ത കിടന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അതെ, അങ്ങനെ ചാണകനാറ്റ കേസ് ആയിരുന്നില്ല എൻ്റെ അപ്പം വർക്കിയുടെ. അറിയോ, അപ്പനിരുന്നതേ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു. മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ വലിച്ചിട്ട് പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ ഉണക്കമടലായിരുന്നു. മണ്ടയിലിരുന്ന് വലിച്ചത് കഞ്ചാവും, പിടിക്കാൻ നോക്കിയത് അമ്പിളി അമ്മാവനായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞപ്പോഴറിഞ്ഞത് ഇത് അപ്പൻ്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കഞ്ചാവിനോടുള്ള യുദ്ധം. എന്നിട്ട് അമ്മ ഇപ്പോൾ 1 വർഷം കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടുകാർ റെയിൽവേ പണിക്ക് വന്ന ഏതോ ഹിന്ദിക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നെ അവർ ഓർഫനേജിൽ ഫ്ലോർ അസിസ്റ്റൻ്റ് അടുത്ത് ആക്കി. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ടത് ദൈവൻ്റെ നാടൻ പാട്ടിൽ മാത്രമായിരുന്നു. അങ്ങനെ രാജാവ് യാത്രയായി. എടാ, കുറുക്കം പിടിച്ച പോലെ കൂടുതൽ ചുറ്റും കുറച്ച് പപ്പും കൂടെ ഇട്ടേക്കണേ. നല്ല മസ്താനെ, ഈ കോഴിക്കോട് ഇങ്ങനെ പല്ലക്ക് പോലെ ഇങ്ങോട്ട് അത് ഞാൻ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു തന്ത്രമാണ്. കൂടോടെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കോഴികൾ വോളോ ബസ്സിൽ ഒരു ടൂർ പോവുകയാണെന്നുള്ള ഭാവത്തിൽ ഞെളിഞ്ഞന്തം വിട്ടങ്ങനെ നിന്നോളൂ. പിന്നീട് നനഞ്ഞ തോർത്തിട്ട് പിടിക്കുമ്പോൾ വീഗാലാൻഡോ വാഴച്ചാലോ എത്തിയിട്ട് കുളിക്കാൻ ഇറങ്ങുവാണെന്ന് കരുതി ഡീസൻ്റായി കാറാതെ ഒച്ച വയ്ക്കാതെ അങ്ങ് സഹകരിക്കും. ഇനി അഥവാ കാറിയാ തന്നെ ഇത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ തോട്ടമല്ലേ, പകല് പോലും ഇവിടെ ആരും വരില്ല. ഭാസ്കരേട്ടന് അത്രയ്ക്ക് പേടിയാണ് ഈ നാട്ടുകാർക്ക്. പേടിച്ചിട്ട് തന്നെ അല്ലാണ്ട്. മുമ്പ് ഇതൊരു ശവപ്പറമ്പായിരുന്നല്ലോ. അയ്യോ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലേ പ്ലീസ്. പാട്ടിന് തളം പിടിക്കാൻ വേണ്ടി താങ്കൾ പറമ്പിൽ നിന്നെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കണം എന്താണെന്ന് നോക്കൂ. ഒരണക്ക തേങ്ങ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ശരിക്കും നോക്കുന്നേ. പോട്ടെ
തലയിലൊട്ടിച്ച് വെച്ചിരിക്കുന്ന ചത്താക്ക് പറക്കാറായോ? കോളേജ് ഹോസ്റ്റൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള അനുഭവങ്ങൾ ഓരോന്നായി സംഭവിച്ചു തുടങ്ങി. കായലിന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോഴേക്കും മസ്താനായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നേതാവ്. വൈകുന്നേരങ്ങളിൽ കായലിൻ്റെയും അജുവിൻ്റെയും കളി കണ്ടിരുന്ന വാശികയറ്റിലും പെറ്റുവെക്കുമായിരുന്നു ഞങ്ങളുടെ പ്രധാന നേരം പോക്ക്. കോച്ചില്ലാത്ത സമയങ്ങളിൽ മിക്കപ്പോഴും മസ്താനായിരുന്നു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അനാഥനായ മസ്താനെ കോളേജിൽ തന്നെ നിർത്താൻ അച്ഛന്മാർ കണ്ടറിഞ്ഞു കൊടുത്തൊരു ചുമതലയായിരുന്നു അത്. പുള്ളിയുടെ ചിലവുകളെല്ലാം കാലങ്ങളായി നോക്കിയിരുന്ന കോളേജ് മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മസ്താൻ്റെ കീഴിൽ കളിക്കാർ എപ്പോഴും ഒറ്റക്കെട്ടായിരുന്നു. ക്ലീറ്റ സംഘത്തിന് പെൺകുട്ടികളിൽ നിന്ന് കണക്കിന് തെറിവിളി കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനെല്ലാം കണക്ക് തീർക്കുന്നത് ഞങ്ങളോടായിരുന്നു. പതിവ് പോലെ അന്നൊരു ദിവസം എല്ലാവരും റൂമിലേക്ക് എത്തി. ഹോസ്റ്റലിലേക്ക് പേര് ഇറക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അയ്യോ ചേട്ടാ, ഓട്ടം ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ നിന്നെ കൊണ്ട് ഞാൻ തുള്ളിക്കും. ആരൊക്കെ പാടണം ആരൊക്കെ തുള്ളാൻ തീരുമാനിക്കുന്നേ ഞങ്ങളാ. പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഡാൻസ്. ഇവർക്ക് എന്ത് പണി കൊടുക്കും? ഞങ്ങൾ 3 പേര് നാടകം കളിക്കാം. യേശുവിനെ പറ്റിയ യൂദാസ്. ഞാൻ പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. സൂപ്പർ നീ നാടൻ കളി ഞങ്ങൾ പണ്ടേ കണ്ടതല്ലേ, ഇനി അത് വേണ്ട. നോക്ക് മക്കളെ, ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ. കണ്ടോ കണ്ടോ? അയ്യോ ഇതെന്താ? അയ്യേ ഇതാ ജിമ്മിൻ റോണിയല്ലേ, വൃത്തികെട്ടൻ. ഇതെങ്ങനെയാ? ഇതെടുക്കാനല്ലേ നിങ്ങൾ ഇവിടെ വന്നതിന് തെളിവ് പോരെ? ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിലെടുത്തു തരാം. ഹലോ മിസ്റ്റർ കുഞ്ചാക്കോ, സകല തെളിവ് ഒപ്പിയെടുത്തിട്ട് താങ്കൾ ഉറങ്ങാണോ? അങ്ങനെ ഹോസ്റ്റൽ ഡേ ഗംഭീരമായെങ്കിലും പിറ്റേന്ന് ടിങ്കുവിനും ടീമിനും നല്ല പണി കിട്ടി. അലറിക്കൂവി ഇവനെ ആശുപത്രിയിലേക്ക് ഏറ്റിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആസ്മയ്ക്കുള്ള മീൻ മെഴുകിയതാണെന്ന്. ഞാനതൊക്കെ വിശ്വസിച്ചു. ഇനിയും പേരൻസിനെയും കൂട്ടി വന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറിയാൽ മതി. എന്റെ ഒക്കെ വേഷം കേട്ടല്ലോ. എടാ നിന്നോടൊക്കെ ആര് പറഞ്ഞു ആശുപത്രി പോയി തല്ലുണ്ടാക്കാൻ? ഇവനെ കൊണ്ട് ചെന്നപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ ഡ്യൂട്ടി ഡോക്ടർ പറയാ ഇവന് വയറ് നിറച്ച് മോരുവെള്ളം കലക്കി കൊടുക്കാൻ. അതുകൊണ്ടാണ് അച്ചോ വയലന്റ് ആയത്. ഇന്നാളത്തെ പോലല്ല, ഇനിയെങ്കിലും നിനക്ക് മാച്ച് ആവുന്ന ഒരു തന്തം കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. എടാ നമ്മുടെ ഈ അജുല്ലേ, അവൻ ശരിക്കും ആരാ മോനെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ബൈ ചാൻസിൽ അവന്റെ ലാപ്ടോപ്പിലെ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോഴല്ലേ അറിയുന്നത്. എടാ അവൻ ദുബായിലൊക്കെ ഗംഭീര മോഡലായിരുന്നു. +2 ഞാനും ഇങ്ങനെയായിരുന്നു. 5ാം വരി വന്നപ്പോ എല്ലാം പോയി. പാസ്റ്റുള്ള കക്ഷിയാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ അജുന്റെ വായിന്നൊന്നും വീണ് കിട്ടുന്നില്ല. അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ്. ദൈവം തമ്പരാന് പോലും അറിയില്ല അവൻ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരാണ്ട് നിർബന്ധിച്ച് ചേർത്തോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങൾ കയറി അഭിപ്രായം പറയേണ്ടെന്ന്. അവൻ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊന്നും ചെയ്യുന്നില്ലേ. അറിഞ്ഞോ, നമ്മുടെ ഈ ശ്യാം റഹ്മാനിന്റെ 2 ദിവസം കൂടെ ഹോസ്റ്റൽ ഉണ്ടാവുള്ളൂ. ആണോ? അതെന്തുപറ്റി? ഹോസ്റ്റൽ റാഗിംഗ് ഒക്കെ കഴിഞ്ഞ? അതല്ല, കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ചിലപ്പോൾ ബോധം മറയുന്നുണ്ട്. അച്ഛനും ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്കിലാണ് 3/4 മണിക്കൂർ മതിയെന്ന വീട്ടിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുള്ളൂ ശ്യാമിന്റെ അമ്മയൊന്നൊന്ന് കാണണമെന്ന്. അടുത്ത അവധിക്ക് വരുന്നുണ്ട്. അയ്യോ അത് വേണ്ട, വേറൊന്നുമല്ല. അമ്മ ആരെങ്കിലും പുതുതായി കണ്ട കരച്ചിൽ തുടങ്ങും. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. മുമ്പൊരിക്കൽ പറ്റിയതാ. ശരി, എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പൊ മണ്ടേ കാണാം. ബൈ. ഇലക്ഷൻ കാലത്ത് പാർട്ടിയും നമ്മളും തമ്മിലുണ്ടായ ഒരു ചെറിയ അകൽച്ച, അതാണ് ഈ അനുമതി വൈകിപ്പിക്കൽ. അതിന് നമ്മുടെ ബിൽഡിങ്ങിന്റെ അപ്രൂവൽ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് CTP അല്ലേ, മന്ത്രിസഭയല്ലല്ലോ. അല്ല, ഈ ആഭ്യന്തരമന്ത്രി രാമകൃഷ്ണൻ നാളെ ഒരു പാർട്ടി പരിപാടി പങ്കെടുക്കാനായിട്ട് ടൗണിൽ വരുന്നുണ്ട്. ഞാനിത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തി നോക്കട്ടെ. അതെങ്ങനെ? നേരിട്ട് പോയി കാണാനോ? അല്ല, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളെ എനിക്കൊരു ചെറിയ പരിചയമുണ്ട്. കോളേജിന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ വകുപ്പിൽപ്പെടുന്നല്ലെന്ന് പറഞ്ഞ് ആദ്യം ഒഴിയാൻ നോക്കി. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് സമ്മേളനത്തിനൊന്നും വഴി കോളേജിൽ കയറിയിട്ട് പോകാൻ സമ്മതിച്ചു. പിന്നെ അച്ചോ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ബിയർ കേസ് പ്രതികളോടെ ഇത്തവണത്തേക്കൊന്നും എടാ, അതൊക്കെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കയ്യിലേക്ക് പോയ കേസല്ലേ? ഞാനതിലെന്നാ ചെയ്യാനാ? അച്ഛനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ പക്ഷെ ഞാൻ നാളെ അവരുമായി പ്രിൻസിപ്പളിന്റെ റൂമിന് മുമ്പിലുണ്ടാവും. പിറ്റേന്ന് ശ്യാം വീട്ടിലേക്ക് മാറുകയായിരുന്നു. ടൗണിൽ പോയി ഞങ്ങളെല്ലാവരും അവനൊരു ചെറിയൊരു പാർട്ടി കൊടുത്തു. അവൻ പോയാലും ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള അവൻ്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾക്ക് ഒരു കേടും വരത്തരുതെന്ന് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ഹോസ്റ്റലിൽ അവൻ്റെ ലാസ്റ്റ് ഡേ പാട്ടുകളും കുഞ്ചാക്കോയുടെ ചില ഡാൻസ് നമ്പറുകളും ഒക്കെ നേരം വിളിക്കുന്നവരെ നീണ്ടു. അങ്കിളെ, പുതിയ ബൈക്ക് എടുത്തതിന് ഇവനെ കൊണ്ട് ചെലവഴിക്കണം കേട്ടോ. അയ്യോ മക്കളെ, ഇത് തന്നെ ഒരു അധിക ചെലവാ. ഇവന്റെ ബൈക്കേലുള്ള ഈ കോളേജിൽ പോയി വരവ് എന്റെ മനസമാധാനം കെടുത്തുന്നതാണെങ്കിലും ഇവൻ വീട്ടിലുള്ളതൊരു ആശ്വാസം. അതുകൊണ്ട് മാത്രം. അയ്യോ അങ്കിളവൻ ചുമ്മാ പറഞ്ഞതാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല നമ്പറാ, 12 അല്ലടാ. അച്ഛൻ പറയുന്ന കൂട്ടി നോക്കുമ്പോ 6 വേണ്ടായിരുന്നു. അതോർത്തൊന്നും വിഷമിക്കണ്ട.
അവൻ ചോദിച്ചു ചോദിച്ചു ബൈ. നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് പൂർണ്ണമായും മനസ്സിലായോ? ഹോസ്റ്റലിലേക്ക് ബിയർ അടിച്ച് വരാന്തയിലും ഫുട്ബോൾ ഗ്രൗണ്ടിലും വാൾ വെച്ചായിരുന്നു. ടിങ്കു എത്ര പ്രാവശ്യം പറഞ്ഞു വാളെന്ന തരനാളെ വാക്ക് പരസ്യമായിട്ട് ഉപയോഗിക്കരുത്. ഫാദർ അത് മാത്രമല്ല, പുറത്തുനിന്ന് നടക്കുമ്പോ പല ഇരട്ടപ്പേരുകളും വിളിച്ച് ഇവരെ എന്നെ താറടിക്കുന്നുണ്ട്. എന്ത് പേരൊക്കെ? ടിൻറ്റുമോൻ, താറാമുട്ട എന്നൊക്കെ. ആ പേരിന് വിളിക്കില്ല സാർ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നടാ തൽക്കാലം. എന്തായി? മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് താഴേക്ക് നിന്നാലോ? ഹലോ. ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാണോ? സാർ എങ്ങോട്ടാ? ഇവന്മാർക്ക് എന്താ ഇവിടെ? ഞങ്ങളുടെ ഹോസ്റ്റലിലെ പഠിത്തത്തിലും സ്പോർട്സിലും മികച്ചവരാ ഈ നിൽക്കുന്നത്. കൂടുതൽ പ്രോത്സാഹനത്തിനായി മന്ത്രിയെ കാണാൻ വെയിറ്റ് ചെയ്യാവർ. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇവരൊന്ന് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തേക്കണം. സർ ഇതാണിപ്പോൾ CTP കറണ്ട് പോയിരിക്കുകയാണ്, AC വർക്ക് ചെയ്യുന്നില്ല. ഓ അത് സാരമല്ല. ഒരു കാര്യം ചെയ്യും, തിങ്കളാഴ്ച നിങ്ങളാരെങ്കിലും ഒന്ന് തിരുവനന്തപുരം വരെ വാ. CTP-മാർ സിറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. പ്ലീസ്. പണി തരുവോ ആവോ? എന്നെ കാണാൻ കുറച്ച് കുട്ടികൾ പുറത്ത് നിൽപ്പില്ലേ, അവരൊന്നും വിളിക്കും. ഇയാളെന്തിനാ ഇപ്പൊ ഈ തല്ലിപ്പൊളികളെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അതെ, മിനിസ്റ്റർ നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. സാർ താങ്ക് യു. പറയൂ, നിങ്ങളുടെ എന്ത് കാര്യം ഞാൻ പരിഗണിക്കണം? സാറേ ഇവരുടെ പ്രശ്നം. പ്ലീസ് അവർ പറയട്ടെ. ഇവിടുത്തെ ഈ മിടുക്കന്മാരെ പറ്റി ഞാൻ കുറെ കേട്ടു. ഇയാൾ എന്ത് കേട്ടെന്ന്? സാർ ഞങ്ങൾക്കൊരു ശല്യമില്ലായിരുന്നു പഠിക്കാൻ. കൂടുതൽ ഏകാഗ്രത കിട്ടുന്നൊരു ഹാള് വിട്ട് കിട്ടിയിരുന്നെങ്കിൽ കോളേജിനെ വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഉടൻ വേണ്ടത് ചെയ്യാം. ആട്ടെ, ഈ കൂട്ടത്തിൽ സ്പോർട്സുകാരൊക്കെയാ? ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിന്റെ വാൾപ്പയറ്റിൽ ഞങ്ങളുടെ എല്ലാ സ്വർണ്ണ പ്രതീക്ഷയാണ് സാർ ഇവൻ. ആണോ? സാറിനെ ഇവിടെ പ്രോത്സാഹനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മിടുക്കന്മാർ, ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കും. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാ പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി പരിശീലനം തുടങ്ങിക്കോളൂ. ഞാൻ അങ്ങോട്ട് വന്നു. ഇത് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോയാൽ മതിയല്ലോ. സാറാകെ മാറിയല്ലോ. എന്തായിരുന്നു മന്ത്രിയുടെ മുന്നിൽ അവൻ്റെയൊക്കെ പ്രകടനം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ഇത്തിരി കണ്ണടയ്ക്കുന്നു എന്ന് കരുതി എൻ്റെ തലേ കയറാൻ വന്നാലുണ്ടല്ലോ, ആ ഫസ്റ്റ് ഇയറിലെ അനിൽകുമാറിലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പം വീട്ടിലിരുന്നേനെ. ഇനി നന്നായി പഠിച്ചോളാം. വാൾപ്പയറ്റോ ഇറങ്ങി പൊക്കണം എൻ്റെ മുന്നിൽ നിന്ന്. ആഭ്യന്തരമന്ത്രിയുടെ മകനാണെന്ന് അധികമാരും അറിയാണ്ട് അത്ര കാലം മറച്ചു വെച്ചെങ്കിലും ബിയർ കേസിൽ രക്ഷാനായതോടെ അനിൽ അത്യാവശ്യം ഹീറോ ആയി. ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകനായിരുന്ന ടിങ്കു തോമസ് പൊട്ടംകുളം പ്രത്യേകമായിട്ട് അവൻ്റെ ഹൈ റേഞ്ചിലെ എസ്റ്റേറ്റിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് തൊട്ട് ടിങ്കുവും ഷേജുവും ജോണും ഒക്കെ ഞങ്ങളുടെ സ്ഥിരം കമ്പനിക്കാരായി. പിന്നീട് പല അവസരത്തിലും ഞങ്ങൾ ആവർത്തിച്ച ഹൈ റേഞ്ച് ട്രിപ്പുകളുടെ തുടക്കം മാത്രമായിരുന്നു. വീട്ടിൽ നിന്നും പോയി വരാൻ തുടങ്ങിയ ശ്യാമിൻ്റെ ബൈക്കിലൊട്ടിച്ചിരുന്ന AR റഹ്മാൻ സ്റ്റിക്കർ ക്യാമ്പസിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറിയെങ്കിലും പിന്നീടുള്ള പല ടൂറുകളിലും ശ്യാമിനെയും ഞങ്ങൾ കൂടെ കൂട്ടി. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗമനമില്ലാത്ത അവനെ ഒട്ടും ബാധിക്കാതെ നോക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അവൻ്റെ സംഗീതത്തെ ഞങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പറ്റുമ്പോഴെല്ലാം സ്വന്തമായി ട്യൂൺ ചെയ്ത പാട്ട് പരീക്ഷണങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കലായിരുന്നു അവൻ്റെ പ്രധാന പരിപാടി. കേട്ട പല പാട്ടുകളും നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലതെല്ലാം കോപ്പി അടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ കുഞ്ചാക്കോയുടെ കളിയാക്കൽ. അവസരം കിട്ടുമ്പോഴൊക്കെ ശ്യാമിൻ്റെ ബൈക്ക് വാങ്ങി ഓടിച്ചു പഠിക്കുക എന്നതായിരുന്നു അന്നയുടെ പുതിയ ഏർപ്പാട്. കണ്ടുനിന്നിരുന്ന ഞങ്ങൾക്കതെപ്പോഴും ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ചില രാത്രികളിൽ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് മസ്താൻ ഞങ്ങളെ ഓരോ ഓപ്പറേഷൻ കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്റ്റൽ ഡേക്ക് ശേഷം ഞങ്ങളോടുള്ള കലിപ്പ് തീർക്കൽ ക്ലീറ്റസും സംഘം അല്പം കുറച്ചെങ്കിലും കുഞ്ചാക്കോയെ മാത്രം വെറുതെ വിട്ടില്ല. തരം കിട്ടുമ്പോഴൊക്കെ അവരിവനെ പൂട്ടി. ഈ ആഘോഷങ്ങൾക്കൊക്കെ ചെറിയൊരു ഇടവേള എന്ന പോലെയാണ് അപ്പോഴേക്കും ഓണാവധി എത്തിയത്. അത് ഇന്നലെ ഒന്ന് തട്ടിയതാ. ഹലോ. ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഇന്നലെ ഒന്ന് കറങ്ങാൻ പോയതാ ചേട്ടാ, കുറച്ച് ലേറ്റ് ആയി വന്നപ്പോ. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. AC ഒന്ന് കൂട്ടിയിടാം. പോകുന്ന വഴി ടൗണിലെ തുണിക്കടയിൽ കയറി അമ്മയ്ക്ക് സർപ്രൈസായി കൊടുക്കാൻ ഒരു സാരി വാങ്ങണമെന്ന് അനിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇറങ്ങിയ ബാഹുബലി 2 കൊണ്ട് പിരിയാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും ബാഹുബലി ഹൗസ്ഫുള്ളായി. എല്ലാ അമ്മമാർക്കും എൻ്റെ പക്കം ഒരു ഓണക്കോടി.